ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഒരു ദിവസത്തെ കേക്ക് ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് മുഴുവനും ½ kg ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പം ആദ്യം ഒരു 4 ½ kg ബ്ലാക്ക് ഫോറസ്റ്റിനായിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കേക്ക് സ്പോഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ കേക്കെല്ലാം രാവിലെ തന്നെ ഡെലിവറി ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രിയിൽ തന്നെ ഫുൾ വർക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്കായിരുന്നു കേക്ക് സെറ്റ് ആകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ 4 കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ സെറ്റ് ആകാനായിട്ട് വെച്ചിട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ വെക്കുന്നത് അപ്പോഴന്നെ ഫൈനൽ കോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം പിന്നെ ഓരോരോ കേക്ക് എടുത്തിട്ട് ഫൈനൽ കോട്ട് കൂടി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ ഈ ഒരു 4 കേക്കിനും പ്രത്യേകം ഡിസൈനൊന്നും കസ്റ്റമർ പറയാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു 4 ഒരു ½ kg കേക്കാണല്ലോ, അപ്പോൾ ഒരു 4 കേക്ക് ഒരേ ഡിസൈൻ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കേക്കെല്ലാം ഓഫ് വൈറ്റ് കളറിലൊന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ക്രീമിലേക്ക് ഒരു ചെറിയ ഡോട്ട് യെല്ലോ കളർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു വൈറ്റ് ബേസ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഒരു ബേസിൽ ഇത്തിരി ഷുഗർ സിറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഫിനിഷ് ആക്കുന്ന ടൈമിൽ ബേസിലൊക്കെ ക്രീം കൂടുതലാകുമ്പോൾ അത് ഞാൻ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടാണ് തുടച്ചെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ബേസ് എവിടെയെങ്കിലും നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കേക്ക് ഫിനിഷാക്കി കഴിഞ്ഞാലും ആ ഒരു ബേസ് ഇങ്ങനെ നനഞ്ഞത് കാണുമ്പോൾ ചെറിയൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ 4 കേക്ക് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫൈനൽ ഡെക്കറേഷനായിട്ട് ചെറിയ റോസറ്റ ഫ്ലവേഴ്സാണ് കേട്ടോ കേക്കിൽ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ റോസറ്റ ഫ്ലവേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ റോസറ്റ ഫ്ലവേഴ്സിനും കുഞ്ഞു കുഞ്ഞു ലീഫ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കേക്കിൽ പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഞാൻ പർപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കേക്കിലും ഒരേ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ കളർ മാറ്റാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. 4 കേക്കിലും 4 കളറിലുള്ള ഫ്ലവേഴ്സാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 ½ kg കേക്കിന് കൂടി വീണ്ടും ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്ക്വയർ കേക്കായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതിലും ഞാനിതുപോലെ ഈ ഒരു ഡെക്കറേഷൻ തന്നെയുണ്ട് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ ഈ ഒരു 3ാമത്തെ കേക്ക് കൂടെ ഫ്ലവർ വരക്കലൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അങ്ങനെ 4ാമത്തെ കേക്ക് ഫ്ലവർ വരക്കാനായിട്ട് എടുത്തപ്പോൾ എനിക്കൊരാഗ്രഹം കേട്ടോ. അപ്പോൾ ബാക്കി 3 പേരെയും ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് അത് വേണ്ടാത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ 3 ആളും വെച്ച് 4ാമത്തെ കേക്കിൻ്റെ ഫ്ലവറൊക്കെ ഫിനിഷാക്കി എടുത്തു. ഫോട്ടോസും റീലൊക്കെ എടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബ്ലൂ കേക്ക് ഉണ്ടല്ലോ, അത് കയ്യിൽ നിന്നുണ്ട് സ്ലിപ്പായിട്ടോ അങ്ങനെ വീണു. അത് പിന്നെ വീണ വീഡിയോ ഒന്നും ഞാനിവിടെ എടുത്തിട്ടില്ല കേട്ടോ. ഒരു ചെറിയ ടെൻഷനായിപ്പോയി. പിന്നെ വീണ്ടും അത് ആദ്യം മുതൽ തന്നെ ഐസിങ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഫുൾ അതേപോലെ ആ ഒരു ബ്ലൂ കളറിലുള്ള ഫ്ലവർ തന്നെയായിരുന്നു പിന്നെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് പിന്നെ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടാണ് കേട്ടോ ഒരു ഫ്ലവർ പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത 2 കേക്ക് വന്നിട്ട് സ്ക്വയർ കേക്കിലാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ കേക്കോട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൽ അപ്പോൾ ഈ ഒരു കേക്കിൽ റെഡ് ഫ്ലവറാണ് കൊടുക്കാനായിട്ട് കരുതിയിട്ടുള്ളത്. അപ്പോൾ ടോപ്പിൽ ഏതായാലും ഒരു നൈഫ് ഡിസൈനാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഇത് പിന്നെ ഞാൻ നോസിൽ മാറിപ്പോയിട്ട് പിന്നെ എടുത്തപ്പോൾ ഞാൻ ചെറിയ ഷെൽ നോസിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരച്ച് വന്നപ്പോൾ ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും നോസിൽ മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആ ഒരു റോസറ്റ ഫ്ലവേഴ്സ് വരച്ച പോലെ തന്നെ ബോർഡറിലും സൈഡിലൊക്കെ ഈ ഒരു ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കേക്കിൽ ഫ്ലവേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയ ലീഫ് കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലീഫ് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ലീഫ് വരച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ മോളെപ്പോഴും പറയും, അമ്മ ലീഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നിട്ട്. കാരണം ചില ടൈമിലൊക്കെ ഫ്ലവേഴ്സിന് ലീഫ് കൂടുതൽ വരച്ചിട്ട് ആ ഒരു ഡെക്കറേഷൻ തന്നെ ബോറായി പോവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കേക്കോട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഈ ഒരു സെയിം മോഡൽ തന്നെ കേട്ടോ, കളറൊന്നും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ബോർഡർ ഒരു 2-3 ഫ്ലവർ വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ടോപ്പിലുള്ള ഒരു നൈഫ് ഡിസൈൻ കൊടുത്തിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഒരു ഡിസൈൻ വരച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ആദ്യത്തെ കേക്കിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു കേക്കിൽ കൂടി ഈ ഒരു ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.